ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വെക്കേഷനെല്ലാം കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ പോവാന്നല്ലേ. ഞാനും ഇതാ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ചുഴലിയിലേക്ക് പോകാൻ നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം എടുത്തൊരു വീഡിയോ ആണ്. നമ്മളെ കൊണ്ടുപോകാൻ പ്രതിയാട്ടം വരുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അമ്മേൻ്റെ ചെടികളും പൂക്കളും എല്ലാം ഇങ്ങനെ നോക്കി നടക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് രണ്ട് അത്രേ ചെടിയുള്ളൂ, കുറച്ച് ചെടിയേ ഉള്ളൂ. അതിൽ വിരിഞ്ഞ പൂവെല്ലാം ഇങ്ങനെ നോക്കി നടന്ന് പിന്നെ ഒന്ന് കണ്ടത്തിലേക്ക് ഇറങ്ങി. ഇങ്ങനെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര പച്ചപ്പാണ് എപ്പോഴും അവിടെ. അങ്ങനെ കുറച്ച് നേരം കണ്ടത്തിലെല്ലാം നടന്ന് ഇതാ ട്രെയിൻ പോകുന്നതെല്ലാം നോക്കി നിന്ന്. പണ്ടെല്ലാം നമ്മളിങ്ങനെ ട്രെയിൻ വരുമ്പോഴേ ആ കണ്ടത്തിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയി നിന്നിട്ട് ഇങ്ങനെ ടാറ്റ പറയും. അപ്പോൾ ട്രെയിനിൽ പോകുന്ന ഓരോ ആൾക്കാരെല്ലാം നമ്മളോട് തിരിച്ച് ടാറ്റ പറയും കേട്ടോ. അന്നേരം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളന്നേരം ഇങ്ങനെ എണ്ണലുണ്ടായിന്, ഇത്രയാൾ നമ്മളോട് ടാറ്റ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് എണ്ണലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് സമയം ഇങ്ങനെ നടന്നതിന് ശേഷം പിന്നെ ഞാൻ ചായ വെക്കാൻ പോവാണ്. അപ്പോൾ തിരിച്ച് ചുഴലിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അമ്മ അങ്ങനെ പ്രത്യേകിച്ച് കടിയൊന്നും ആക്കി തന്നിട്ടുണ്ടായിട്ടില്ല. എപ്പോഴും ഞാൻ പരാതി പറയും, ഞാൻ വരുമ്പോൾ നിങ്ങൾ കടിയൊന്നും ആക്കി തരുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പരിപ്പ് വട ആക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായി. പിന്നെ ഞാൻ തന്നെ പരിപ്പ് വട ആക്കാമെന്ന് വിചാരിച്ചു. അമ്മ വേറെ എന്തോ ഒരു പണിത്തിരക്കിലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ വേഗം പരിപ്പ് വട ആക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. അങ്ങനെ പരിപ്പോട കുറച്ച് പരിപ്പേ ഉണ്ടായിട്ടുള്ളൂ. ഒരാൾക്കൊരു 2 പരിപ്പോട വെച്ചിട്ട് എടുക്കാനുണ്ടായിട്ടുണ്ടാവും. ഞാൻ കുഞ്ഞു പരിപ്പോടെയാണ് ഉണ്ടാക്കിയിന്. അങ്ങനെ ഞാൻ എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് പിള്ളേരെ സൗണ്ടും കാര്യങ്ങളെല്ലാം. അങ്ങനെ ഇതാ ഞാൻ പരിപ്പോടി ആക്കി. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഉള്ളിവടിയും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അമ്മ ഞാൻ ഈ പരിപ്പോടി ആക്കുന്ന സമയത്ത് വേഗം കുറച്ച് കടലമാവ് ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളിയെല്ലാം എരിഞ്ഞിട്ടിട്ട് അമ്മ ഉള്ളിവടക്കില്ല മാവ് സെറ്റാക്കി തന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഉള്ളിവടയാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ചായയും വെച്ച് എല്ലാവരും കൂടെ ഉള്ളിവടിയും പരിപ്പ് വടിയെല്ലാം തിന്നലാണ്. അമ്മ എല്ലാവർക്കും അവിടെ നിന്ന് വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും ഇല്ല വൃദ്ധാടനും ഇല്ല, ബാക്കി നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കുവാണ്. അവർക്കെല്ലാം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് ഞാൻ പറയുന്നത് നല്ല സോഫ്റ്റ് പരിപ്പ് വടയല്ലേ, നല്ല കറുമുറയല്ല, നല്ലൊരു സോഫ്റ്റ് പരിപ്പ് വടയായിരുന്നു. പക്ഷെ ഉള്ളിവട നല്ല നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട്. ഇനി അത് ആ വീഡിയോയിൽ സൗണ്ട് ഉണ്ട്, പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെന്തെല്ലോ സംസാരിക്കുന്ന സൗണ്ടും കാര്യങ്ങളെല്ലാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നല്ലോണം പിന്നെ ഉള്ളിവടയും പരിപ്പ് വടയെല്ലാം ഇരുന്ന് തിന്നുവാണ്. അതിൻ്റെ ഇടയിൽ ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് രാത്രിയിലേക്കുള്ള ഫുഡ് ആക്കാൻ. അപ്പോൾ നെയ്ച്ചോറും ചിക്കനും ആക്കാനാണ് പരിപാടി. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അന്ന് ആക്കാനാണ് അമ്മ പ്ലാൻ ഇട്ടിട്ടുണ്ടായിന്. പക്ഷെ ഞാൻ പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഞാൻ പോവും, പിന്നെ മക്കൾക്ക് യൂണിഫോം എല്ലാം വാങ്ങാനുണ്ട്, അതുകൊണ്ട് രാവിലെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ വേഗം നമുക്ക് ചിക്കൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏച്ചി ചിക്കന് വിളിച്ച് ഓർഡർ ചെയ്തു. അങ്ങനെ ചിക്കൻ നമുക്ക് അവിടെ എത്തിച്ച് തന്നിട്ടുണ്ടായിന്. വാങ്ങാൻ പോകണമെങ്കിൽ പിന്നെ നമ്മൾ വണ്ടിയെല്ലാം വിളിച്ചിട്ട് പോകണ്ടേ. പിന്നെ അച്ഛൻ രാത്രിയാവും വരുമ്പം, അങ്ങനെ പിന്നെ നമുക്ക് കിട്ടൂല. പിന്നെ ഇഞ്ചി ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ അനുവിനെ നമ്മളെ അപ്പുറത്തെ ചേച്ചീൻ്റെ വീട്ടിൽ വിട്ടിട്ട് ഇഞ്ചി മേടിപ്പിച്ചു. അനുവും ദേവും കൂടെ പോയിട്ട് ഇഞ്ചി വാങ്ങിക്കൊണ്ട് തന്നു. ഞാൻ അപ്പോഴത്തേക്ക് ചിക്കനെല്ലാം മുറിച്ചാടാം എല്ലാം പൊടികളെല്ലാം ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അടുപ്പിൽ നിന്നാണ് ഞാൻ നെയ്ച്ചോറും കറിയെല്ലാം ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ എന്തായാലും ഇത് ചിക്കൻ കറിയെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഒന്നാമത് ചൂടെടുത്തിട്ട് നമുക്ക് നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. അന്നേരം പിന്നെ വീഡിയോയും കൂടി എടുക്കാനൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇടക്കിടക്ക് വന്നിട്ട് ഒന്നിങ്ങനെ എടുത്തതാണ്. അങ്ങനെ കറി ആയതിനു ശേഷം നമ്മൾ നെയ്ച്ചോറ് അടുപ്പത്താക്കിയിട്ടുണ്ട്. തീരെ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു നെയ്ച്ചോറാണ് കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് ഇടാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കൈമ കിട്ടിയ ഏലക്കായി മറ്റേ പട്ടഗ്രാമ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് വാരിയിട്ടിട്ടുണ്ട്. വേറെ ക്യാരറ്റോ കാര്യങ്ങളോ ഉള്ളി പോലും അന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു ചെറിയൊരു ഉള്ളിയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞിട്ട് പിന്നെ അതിനിങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടി ഇട്ടിട്ടുണ്ടായത്. സാധനങ്ങളെല്ലാം ഇനി അച്ഛൻ വരുമ്പം കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയാണേ. ഒരിക്കൽ ഞാൻ വിചാരിച്ചു ബിരിയാണി ആക്കാണ്, പിന്നെ ബിരിയാണിയിൽ നിന്ന് മാറിയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറി തന്നെ ആയി. അങ്ങനെ അതെല്ലാം ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതാ പ്രതിയാട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പം അച്ഛൻ വന്നപ്പോൾ മക്കൾ വാങ്ങിയ ചെരുപ്പെല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് അച്ഛനും എത്തി. അങ്ങനെ ഇതാ ഫുഡ് കൊടുക്കുവാണ് എല്ലാവർക്കും. നെയ്ച്ചോറും ചിക്കൻ കറിയും ചള്ളാസും പിന്നെ അച്ചാറും പപ്പടവും കൂടി ഉണ്ടായിനി. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഇതാ അച്ഛനും മോളും ഇവിടെ പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ബാക്കി 3 അമ്മമ്മയും അകത്ത് ടി വിയും കണ്ടുകൊണ്ട് അതിലെന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടുകൊണ്ട് അകത്തിരിക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒപ്പരാണ് ഫുഡ് കഴിക്കുക. അച്ഛൻ കുളിച്ച് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാനും അച്ഛനും അമ്മയും ഏച്ചി ഉണ്ടെങ്കിൽ ഏച്ചിയും നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. ബാക്കി എല്ലാവർക്കും ആദ്യമേ കൊടുക്കും. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരുന്ന് കഴിക്കേണ്ട സൗകര്യം നമുക്കില്ല കേട്ടോ. ഇറയത്ത് ചെറിയൊരു ടേബിളേ ഉള്ളൂ. കൂടിപ്പോയി ഒരു 4 ആൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കലാണ്. അച്ഛനെ രാത്രി മാത്രമേ നമുക്ക് കിട്ടൂല. അച്ഛൻ രാവിലെ ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ എണീക്കുന്നതിന് മുന്നേ അച്ഛൻ പോവും. 7 മണിയാകുമ്പോൾ പോകും കേട്ടോ. അപ്പം ഞാൻ ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വൈകുന്നേരം രാത്രി പിന്നെ ഒരു 8:30 8:45 അച്ഛൻ വരിക. അന്നേരമാണ് അച്ഛനോട് നമുക്ക് കാണാനും വർത്തമാനം പറയാനെല്ലാം പറ്റുക. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ അപ്പൂട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ പറയുവാന്ന് കേട്ടോ. ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിന് വിഷമാവുന്നു ഞാനും. കാരണം അവൻ കുറേ ദിവസം എൻ്റെ ഒപ്പം ചുഴലിയിലല്ലേ ഉണ്ടായത്. എന്നിട്ട് പിന്നെ നമ്മളൊരു 2-3 ദിവസം പയ്യന്നൂരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ ദിവസം ഒന്നിച്ച് നിന്നതുകൊണ്ടാണോ അറിയില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോൺ വാങ്ങിയ മൈജീൻ്റെ കവർ ഇത് ആൻറ്റിക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അതും എടുത്തിട്ട് അവൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ റെഡിയായി ഇരിക്കുവാണ്. നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് കൊണ്ടുപോകാൻ. ബസ്സിനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതങ്ങ് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളും ഉണ്ടല്ലോ. പിന്നെ ഓരോരാൾ ഓരോ ബാഗ് വെച്ചിട്ട് അങ്ങനെയെല്ലാം നമ്മൾ പോയത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് പൃഥ്വിയേട്ടൻ ഇങ്ങനെ നോക്കാണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ശ്രമിച്ചു ക്യാമറയിലേക്ക് നോക്കിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നോക്കിയിട്ടുണ്ടായിട്ടില്ല. ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കലാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഇരിക്കുമെന്ന്. ഇനി വണ്ടി വരുവേ വേണ്ടു. വണ്ടി വന്നു കഴിഞ്ഞാൽ നേരെ ടൗണിൽ പോകണം, ബസ് കയറണം, പോകണം. അതാണ് നമ്മളെ ലക്ഷ്യം. പിന്നെ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ വീട്ടിൽ നിന്നിട്ട് പോകുമ്പം ഒരു വിഷമം. സ്വന്തം വീട്ടിൽ നിന്ന് പോകുമ്പം എന്തായാലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ആ വിഷമം എന്തായാലും ഉണ്ട്. അങ്ങനെ പിന്നെ ഇതാ വീണ്ടും ട്രെയിൻ പോകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കലാണ്. അപ്പോഴത്തേക്ക് നമുക്ക് അച്ഛൻ ടൗണിൽ നിന്ന് ഒരു ഓട്ടോ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് നമ്മളെ നാട്ടിലുള്ളവരെ ആരും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ അച്ഛൻ ടൗണിൽ നിന്ന് ഓട്ടോ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ അതിൽ കയറിയിട്ട് വേണം നമുക്ക് പയ്യന്നൂരേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് തിരിച്ച് പയ്യന്നൂരേക്ക് വരുവാന്ന് അറിയില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പം വരണം. അങ്ങനെ ഇതാ അമ്മമ്മ എല്ലാവർക്കും ഉമ്മയെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ദേവൂട്ടിയാണെങ്കിൽ എൻ്റെ ബാഗും ചുമലിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന്. അമ്മമ്മക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. 2-3 ദിവസം ഉണ്ടായിട്ട് അമ്മമ്മക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളിതാ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പൂട്ടനോട് ഞാൻ അതിൻ്റെ ഇടയിൽ എന്തെല്ലോ ഇങ്ങനെ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൂട്ടൻ എന്നോട് പറഞ്ഞത് വിഷമാവുന്നതെന്ന്. ഈ ഒരു സമയത്താണെന്ന് തോന്നുന്നു പറഞ്ഞത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എപ്പോഴാണ് പറഞ്ഞതെന്ന്. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. ഇതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയാലേ നടക്കൂലൂ. തളിപ്പറമ്പിൽ ഭയങ്കര തിരക്കായിരിക്കും. സ്കൂൾ തുറക്കാനെല്ലാം ആയില്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും സാധനങ്ങളെല്ലാം വാങ്ങാൻ വരുന്നൊരു ടൈമല്ലേ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി. ഇത് അച്ചച്ചനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ദേവൂട്ടീൻ്റെ കാര്യം നടത്തിയിട്ടുണ്ട്. ഇത് അച്ചച്ചനോട് പൈസയും വാങ്ങിയിട്ട് രണ്ടാളും കൂടെ പോയിട്ട് ഇതാ ജ്യൂസെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ബസ്സിൽ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെന്തായാലും കാര്യം നടത്തി. നമ്മളിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം അച്ഛനും മോളും അപ്പുറത്തെ സീറ്റിലും ഞാനും നന്ദു ഇപ്പുറത്തെ സീറ്റിലുമാണ് ഇരുന്നിട്ടുള്ളത്. അപ്പം അമ്മയെ ഫ്രൂട്ടീൻ്റെ കോല് പൊളിച്ചതാണെന്നും പറഞ്ഞിട്ടാണ് വെച്ച് നീട്ടുന്നത്. ഞാൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞോന്ന്. അങ്ങനെ ഞാനും നന്ദു സുഖമായിട്ട് ഇപ്പുറത്തിരുന്നു. നമ്മൾ വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ തളിപ്പറമ്പിലെത്തി. നേരെ പോയത് ദേവൂട്ടിക്ക് യൂണിഫോം നോക്കാനാണ്. അങ്ങനെ അവിടുന്ന് യൂണിഫോമെല്ലാം നോക്കി ദേവൂട്ടിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. എന്നിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ ആ കടക്കാരൻ നമ്മളെ എങ്ങനെയും പോകാൻ വിടുന്നില്ല. അവർ പറഞ്ഞു യൂണിഫോം ഉണ്ട്, നിങ്ങൾ പോവല്ല, ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അവരപ്പുറത്ത് സ്റ്റിച്ച് ചെയ്യുന്നൊരു ബിൽഡിംഗ് ഉണ്ട്, ആടെ പോട്, ആടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോട് പൈസയും വാങ്ങി ബില്ലും തന്നു. അങ്ങനെ ഞാൻ ആടെ പോകുമ്പോഴത്തേക്ക് ആടെ യൂണിഫോം ഇല്ല. പിന്നെ അവർ പറഞ്ഞു നാളെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നാളെ നീണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് യൂണിഫോം കിട്ടിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ തലേ ദിവസം നെയ്ച്ചോറും ചിക്കനും കഴിച്ചതുകൊണ്ട് തന്നെ ബിരിയാണിക്കായിരിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എല്ലാവരും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയോ ചെയ്തേ. ദേവൂട്ടിക്ക് വേറെ തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ അതെന്തായാലും പിന്നെ അധികം വരും. അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ ചില്ലി ചിക്കനും വാങ്ങി. അങ്ങനെ ഒരു ഐസ്ക്രീമും കൂടെ കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കിട്ടിയ ബസ്സിന് കയറിയിട്ട് വേഗം വീട്ടിലേക്ക് വന്നു.
അങ്ങനെ ആ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഞാൻ നന്ദുവിനും ദേവുവിനും വാങ്ങിയ സാധനങ്ങളും കൂടെ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ. ബുക്സ് എന്തായാലും വേണമല്ലോ, അപ്പോൾ രണ്ടാൾക്കും വേണ്ട ബുക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇപ്പം ഓഫർ നടക്കുന്നുണ്ട്. ബുക്സ് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ, അല്ലെങ്കിൽ 10 വാങ്ങുമ്പോൾ 10 ഫ്രീ എന്ന്. ഇതെനിക്ക് പയ്യന്നൂരിൽ നിന്ന് 5 വാങ്ങുമ്പം 7 ഫ്രീ എന്നുള്ള രീതിയിൽ കിട്ടിയതാണ്. അങ്ങനെ ആവശ്യത്തിനുള്ള നോട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൊതി വേറൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അച്ഛൻ്റെ പീടിയേൻ്റെ തൊട്ടടുത്ത് ഒരു കടയുണ്ട്. അപ്പോൾ ആടെയും എന്തെല്ലോ ഓഫർ നടക്കുന്നുണ്ടായിന്. അങ്ങനെ ആടെ നിന്നാണ് ഞാൻ പിന്നെ പൊതി വാങ്ങിയിട്ടുണ്ടായത്. പൊതി ആ ഒന്നെടുക്കുമ്പം ഒന്ന് ഫ്രീ. പിന്നെ സ്കെച്ച്, ക്രയോൺസ് അതെല്ലാം എന്തായാലും മക്കൾക്ക് ആവശ്യമാണല്ലോ. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇതാ രണ്ടാൾക്കും ഓരോ പൗച്ച് വാങ്ങിയിട്ടുണ്ടായിന്. ദേവൂട്ടിയോട് ബോക്സ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവൂട്ടി എങ്ങനെയും കേൾക്കുന്നുണ്ടായിട്ടില്ല. നന്ദു പൗച്ച് എടുത്തേരം ദേവൂട്ടിക്കും അതേ പൗച്ച് തന്നെ വേണം. അപ്പോൾ സെയിം കളർ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ദേവൂട്ടിക്ക് ഇതൊരു ലൈറ്റ് ബ്ലൂവും നന്ദുവിന് ബ്ലാക്കുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെന്തോ ഈ ബ്ലൂവിന് 69 രൂപയാണെന്ന് തോന്നുന്നു. ഞാൻ രണ്ടിനും സെയിം ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലായത് 10 രൂപേൻ്റെ മാറ്റമുണ്ട്. അതെനിക്ക് തോന്നുന്നത് കളറിൻ്റെ ഇതായതുകൊണ്ടായിരിക്കും, കളർ വ്യത്യാസം ആയതുകൊണ്ടായിരിക്കും റേറ്റിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതെല്ലാം നമ്മൾ 4KD നിന്നാണ് വാങ്ങിയത്. ആ പൗച്ചും പിന്നെ ബോട്ടിലും എല്ലാം. പിന്നെ ഇതാ പേന, ഇതും ഒരു പാക്കറ്റ് പേന എടുക്കുമ്പം ഒരു പാക്കറ്റ് പേന ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഇതാ ബോട്ടിൽ, ഈ ബോട്ടിൽ നന്ദുവിന് വാങ്ങിയതാണ്. കാണാനെല്ലാം നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ബോട്ടിലിൻ്റെ മൂടി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കടയിൽ നിന്ന് നോക്കിയാൽ അങ്ങനെ പൊട്ടിയതായിട്ടൊന്നും നമുക്ക് കണ്ടൊരു ഓർമ്മയില്ല. വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ കണ്ടത്. നമ്മളെ കയ്യിൽ നിന്നായാലും എവിടെയും തട്ടും മുട്ടൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇതെങ്ങനെയാണ് പൊട്ടിയതെന്ന് ഒരു അറിവുമില്ല കേട്ടോ. പിന്നെന്തായാലും അത് തിരിച്ചു കൊണ്ട് കൊടുത്താൽ അവർ മാറ്റിത്തരാനൊന്നും പോകുന്നില്ല. ഇങ്ങനത്തെ ഒരു ബോട്ടിലേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് തപ്പിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ അറിയുന്നൊന്നുമില്ല. ഇനി അതൊരു സൂപ്പർ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് നോക്കണം. എന്തായാലും വാങ്ങിയതല്ലേ, കുറച്ച് നാൾ എങ്ങനെയെങ്കിലും ഉപയോഗിക്കണം. പിന്നെ ഇതാ ദേവൂട്ടിക്ക് ഈ ഒരു പിന്നെ വാട്ടർ ബോട്ടിലാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് അതാണ് വാങ്ങിയിട്ടുള്ളത്. ഇതുപോലെ കുടിക്കുന്ന ഈ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് വാങ്ങിയത്. അങ്ങനെ പിന്നെ എന്താണ്, പിന്നെ ഒരു ഇത് പശ, പിന്നെ സ്ട്രാപ്ലറിൻ്റെ പിന്നെ ഇതാ ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്ദൂട്ടിക്ക് കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ നിന്ന് ഞാനൊരു പുതിയ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിനെ. പക്ഷേ ഇപ്രാവശ്യം നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബോക്സ് മാത്രമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു സാധനങ്ങളും ഇല്ല. എല്ലാം എവിടെയോ കാണാണ്ടാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഇപ്രാവശ്യം ഞാനൊന്ന് വാങ്ങിത്തരും, പിന്നെ ഇനി അടുത്ത കുറേ വർഷങ്ങളത്തേക്ക് ഞാൻ വാങ്ങിത്തരൂല, ഇതന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം പണ്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷം ഉപയോഗിക്കുകയില്ലേ. പിന്നെ ഇത് നന്ദൂനിലെ ബാഗും കൊടയുമാണ്. ഇത് നമ്മൾ പുതിയത് വാങ്ങിയതൊന്നല്ല, എനിക്കൊരു സർവേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ആ ട്രെയിനിങ്ങിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് ഈ ഒരു ബാഗും ഈ ഒരു കൊടയും. അപ്പോൾ പിന്നെ നന്ദുവോട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ മോളി ഈ ബാഗ് എടുത്തോ എന്ന് പറഞ്ഞു. നല്ല ബാഗാണ് കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ബാഗാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിത് ഒരു കൊടയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജോൺസൺസിൻ്റെ ഒരു കൊടയും കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി ബാഗും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വെറുതെ പിന്നെ നമ്മൾ ബാഗ് വാങ്ങിയിട്ട് പൈസ കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു നല്ല ബാഗും നല്ല കൊടയും കിട്ടിയിട്ടുണ്ട്. നല്ല കമ്പനി സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വെറുതെ ബാഗ് വാങ്ങിയിട്ട് പൈസ കളയണ്ടല്ലോ. നന്ദുവിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഈ ഒരു ബാഗ് എടുക്കുന്നതിന് ഒക്കെ ഞാനിത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാനിങ്ങനത്തെ ബാഗെല്ലാം എടുത്തിട്ട് എവിടെ പോകാനാണ്. അതുകൊണ്ട് തന്നെ നന്ദുവിന് കൊടയും ബാഗുമായി. കൊട ഞാൻ പറഞ്ഞു കൊട ഞാനെടുക്കും, നന്ദുവിന് പഴയ കൊട തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ദേവൂട്ടിക്ക് ബാഗ് വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷം പിന്നെ സ്കൂളിൽ നിന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം പുതിയ ബാഗ് കൊടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ ഈ വർഷം കൊടുക്കുന്നില്ലൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് ബാഗ് വാങ്ങിയിട്ടില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ പുതിയത് വാങ്ങാം, ഇല്ലെങ്കിൽ ദേവൂട്ടിൻ്റെ 2 ബാഗ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, നല്ല ബാഗ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അതെല്ലാം വെച്ചിട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. നല്ല സാധനം തന്നെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ പിന്നെ പുതിയത് വാങ്ങിയിട്ട് അങ്ങനെ അന്നേരം പിന്നെ ഈ പഴയത് ഉപയോഗിക്കൂല. വെറുതെ പിന്നെ നമ്മളത് കളയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടേ വാങ്ങുന്നില്ല. സ്കൂളിൽ നിന്ന് എന്തായാലും കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതെല്ലാമാണ് പിന്നെ എന്താണ് ദേവൂട്ടിക്കും നന്ദൂട്ടിക്കും സ്കൂളിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയത്. ഇത്രയല്ലേ വാങ്ങിയിട്ടില്ലൂ. അപ്പം നിങ്ങളെ എല്ലാവരെയും എന്താണ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക.